നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായി കുട്ടികൾക്കൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ മൊബൈൽ കൊടുക്കേണ്ടുന്ന ആവശ്യത്തിൽ അവർ ചിലപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫയലുകൾ അബദ്ധവശാൽ ഡിലീറ്റ് ചെയ്യാനും മറ്റും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ മാത്രം കുട്ടികൾ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് പോകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. സെറ്റിങ്സിൽ പോയതിന് ശേഷം പിൻ ആപ്പ് എന്ന് പറയുന്ന മെനു ഒന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മുടെ സെർച്ച് ബാറിൽ പിൻ ആപ്പ് എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഓപ്പണായി വരുന്ന മെനുവിൽ പിൻ ആപ്പ് എന്നുള്ളതിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന മെനുവിൽ പിൻ ആപ്പ് എന്നുള്ളത് എനേബിൾ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം അതിൻ്റെ താഴോട്ട് വരുമ്പോൾ ആസ്ക് ഫോർ പാസ്വേഡ്സ് ബിഫോർ അൺപിന്നിങ് എന്നുള്ളതും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ആപ്പ് നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും പിൻ ചെയ്യാം. അതിൻ്റെ അവസാനത്തെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അൺപിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് സ്വൈപ്പ് അപ്പ് ചെയ്താലോ അതുപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ ബട്ടൺസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ബാക്ക് ബട്ടണും റീസെൻറ്റ് ബട്ടണും പ്രസ് ചെയ്ത് പിടിച്ചാലാണ് അൺലോക്ക് ചെയ്യുക, അൺപിൻ ചെയ്യുക. അതിന് പകരം ഇപ്പോൾ അൺപിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഈ വിദ്യ കണ്ടുപിടിച്ചാൽ അൺപിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പിൻ നമ്പർ കൂടി അല്ലെങ്കിൽ പാസ്വേഡ് കൂടി അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിത് എനേബിൾ ചെയ്തതിന് ശേഷം നമുക്ക് ഏത് ആപ്ലിക്കേഷനാണോ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ റീസെൻറ്റ് ടാബിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. റീസെൻറ്റ് ടാബ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത നമ്മുടെ യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൻ്റെ മെനു വരും. അതിൻ്റെ ഏറ്റവും മുകളിൽ യൂട്യൂബിൻ്റെ ബട്ടൺ കാണിക്കുമല്ലോ, ഏറ്റവും മുകളിൽ യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്ന മെനുവിൽ നമ്മളൊന്ന് നോക്കുക. അപ്പോൾ അവിടെ പിൻ ചെയ്യാനുള്ള ഒരു മെനു നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് പിൻ ദീസ് ആപ്പ് എന്ന് പറഞ്ഞ മെനുവിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് പിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു ആപ്ലിക്കേഷനും ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ ബാക്ക് അടിക്കാനോ ഒന്നും പറ്റില്ല. ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അൺപിൻ ചെയ്യണം. നമ്മൾ ജസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്വൈപ്പ് അപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. സ്വൈപ്പ് അപ്പ് ആൻഡ് ഹോൾഡ് അതാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബട്ടൺസാണ് നമ്മുടെ കീ ഏറ്റവും അടിയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ റീസെൻറ്റ് ബട്ടണും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അൺപിൻ ആവും. ഇത് അൺപിൻ ആവുന്ന വരെ വേറൊരു പരിപാടിയും നമുക്ക് ഇതിൽ ഈ ആപ്പിലല്ലാതെ യൂട്യൂബിലല്ലാതെ മറ്റൊരു ആപ്പിൽ നമുക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അവർ മറ്റൊരു ഫയലുകളും ആക്സസ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ കുഞ്ഞിനറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.